റോയൽ റണ്ണേഴ്സിന്റെ ഹാഫ് മാരത്തോൺ. തൊട്ട് പിന്നിലായി അനൗൺസ്മെന്റ് വാഹനം, അത്തം ഘോഷയാത്രയുടെ കാഹ മുഴക്കിക്കൊണ്ടുള്ള അനൗൺസ്മെന്റ് വാഹനം തൊട്ട് പിന്നിൽ. അതിനോടൊപ്പം തൊട്ട് പിന്നിൽ മഹാനായ മഹാബലി ചക്രവർത്തിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മഹാബലി. തുടർന്ന് നഗാര, പല്ലക്ക്, നാദസ്വരം, പഞ്ചവാദ്യം, പിന്നെയും മഹാബലി. അതിന്റെ പിന്നിലായി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ വിദ്യാർത്ഥികൾ അത്തപതാകയുമായി പ്രയാണം നടത്തുന്നു. അതിന് പിന്നിൽ മുത്തുക്കുടയേന്തിയ കുടുംബശ്രീ വനിതകൾ, അതിന്റെ പിന്നിൽ അംഗനവാടി ടീച്ചേഴ്സ്, ദാഹജല വാഹനം, കനിവ് ആംബുലൻസ്, ആശാ വർക്കേഴ്സ്, ഹരിതകർമ്മസേന, അനുഗ്രഹ ആംബുലൻസ്, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ബോയ്സിലെ വിദ്യാർത്ഥികൾ, ദാഹശമനത്തിനുള്ള വാഹനം 2, ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ, ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ, ഗവൺമെന്റ് സംസ്കൃത ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ, സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ, സെന്റ് ജോസഫ് CGHSലെ വിദ്യാർത്ഥികൾ, അനുഗ്രഹ ആംബുലൻസ് നമ്പർ 2, അഗസ്ത്യവാൽ കളരി സംഘം, കൊടില്ലാവേശം, ശ്രീ വിനായക സമിതിയുടെ വനിതാ ശിങ്കാരി മേളം, പവിത്രം പുണ്യ പുരാണ വേഷം അവതരിപ്പിക്കുന്നത് നന്ദികേശന്മാർ. അതിന് പിന്നിൽ ദാഹസമരത്തിനുള്ള വാഹനം നമ്പർ 3, കോഴിക്കോട് ശ്രീനിവാസന്റെ തെയ്യം തിറ, സുരേന്ദ്രൻ കമ്മയുടെ തെയ്യം, സാജൻ മൂകാംബികയുടെ അർജുന നൃത്തവേഷം, ഐശ്വര്യ കലാസമിതി നീണ്ടൂർ അവതരിപ്പിക്കുന്ന കരകാട്ടം പമ്പമേളം, വിശാൽ കോട്ടയുടെ അപ്പൂപ്പൻ അമ്മൂമ്മ വേഷം, പ്രിൻസ് ആനന്ദവല്ലിയുടെ രജനികാന്ത് വേഷം. ദാഹസമരത്തിനുള്ള വാഹനം നമ്പർ 4, പ്രിൻസ് ആനന്ദവല്ലിയുടെ കൊട്ടക്കാവടി 5, ജോസ് ആൻഡ് പാർട്ടിയുടെ ബാൻഡ് മേളം, പ്രിൻസ് ആനന്ദവല്ലിയുടെ കൊട്ടക്കാവടി 5, ഫോക്ലാൻഡ് കാസർഗോഡിന്റെ മാരിത്തെയ്യം മേളം, അലാമിക്കളി വേഷം മേളം 1. തൊട്ട് പിന്നിൽ അനുഗ്രഹ ആംബുലൻസിന്റെ നമ്പർ 3 ആംബുലൻസ്, അരുൺ MS യുവജന സംഘം BU പുലിക്കളി മേളം, പ്രിൻസ് ആനന്ദവല്ലിയുടെ തിറ പൂതൻ മേളം, വിശാൽ കോട്ടയത്തിന്റെ ഡോൾ ഡാൻസ്, അഖിൽദാസിന്റെ ശിവതാണ്ഡവ തമ്പോലം മേളം, ലിമാസിന്റെ തെയ്യം വേഷം, ജയരാജ് വൈദ്യത്തിന്റെ കൊച്ചിൻ നാട്ടരങ്ങ്, പ്രിയമുള്ളവരെ, അത്തം 2025 തുടക്കം കുറിച്ചുകൊണ്ടുള്ള അത്തം ഘോഷയാത്രയുടെ ഉദ്ഘാടന സമ്മേളന നടപടികൾ ആരംഭിക്കുകയാണ്. ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷനായി നമ്മുടെ തൃപ്പൂണിത്തുറ MLA ശ്രീ K. ബാബു അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ആദ്യം അത്തപതാക ഉയർത്തലാണ്. അത്തപതാക ഉയർത്തുന്നത് ബഹുമാനപ്പെട്ട വ്യവസായ നിയമകാര്യ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവാണ്. എല്ലാ വിശിഷ്ടാതിഥികളും കൊടിമര ചുവട്ടിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
വിശിഷ്ടാതിഥികളും പൗദ്യ സന്ദർശനത്തിലാണ് കുട്ടികളെ അനുമോദിക്കുന്നതാണ്. മന്ത്രിയും മറ്റ് വിശിഷ്ടാതിഥികളും ഓണത്തിന്റെ ഔദ്യോഗികമായ DRCയിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി ഇപ്രാവശ്യം പ്രത്യേകമായ പദ്ധതിയിൽ നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. ആ പദ്ധതി സന്ദർശിക്കുന്നതിനായി മന്ത്രിമാരും MP-യും MLA അടക്കമുള്ള വിശിഷ്ടാതിഥികളും സിനിമാ താരം ശ്രീ ജയറാം അടക്കമുള്ളവർ ശ്രീ രമേശ് എത്തിച്ചേരുകയാണ്. അത്തം 2025 ഭിന്നശേഷി സൗഹൃദ അതാഘോഷമായിട്ടാണ് തൃപ്പൂണിത്തുറ നഗരസഭ ആഘോഷിക്കുന്നത്. തൃപ്പൂണിത്തുറ BRCയിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള 20ഓളം വിദ്യാർത്ഥികളെ മന്ത്രിമാർ അതുപോലെ തന്നെ വിശിഷ്ട അതിഥികൾ MP-മാർ എല്ലാവരും സന്ദർശിക്കുകയാണ്. MLA-മാരുണ്ട്, ശ്രീ ജയറാം ഉണ്ട്, ശ്രീ രമേശ് പിഷാരടി ഉണ്ട്. ഇവരെല്ലാം കുട്ടികളെ സന്ദർശിക്കുകയാണ്. ഇതിനെ അതിന്റെ ഓടില്ല. പ്രതിയോട്ടാ ഓടിയോ? ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, അത്തച്ചമയ ആഘോഷത്തോടനുബന്ധിച്ച് നഗരസഭയും സംഘാടക സമിതിയും ഭിന്നശേഷി കുട്ടികൾക്ക് പ്രത്യേകമായ പവലിയനും സൗകര്യവും ഒരുക്കിയത് അങ്ങേയറ്റം മാതൃകാപരമാണ്. സംഘാടകരെ ഞാൻ സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ വകുപ്പിന്റെ പേരിൽ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. നമ്മുടെ ബെഡ് സ്കൂളിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അത്താശംസകളും ഓണാശംസകളും നേരുന്നു. വളരെ മനോഹരമായിട്ടാണ് അവരെല്ലാം അണിഞ്ഞൊരുങ്ങി എത്തിയിട്ടുള്ളത്. ആ മിടുക്കരായ കുഞ്ഞുങ്ങളെയും അവരുടെ അമ്മമാരെയും അവരോടൊപ്പമുള്ള ബെഡ് സ്കൂളിലെ അധ്യാപകരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇന്നത്തെ ഈ കഥാഘോഷത്തിന്റെ ഏറ്റവും പുണ്യം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങൾ തന്നെയാണ്. അതിന് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നഗരസഭയ്ക്കും സംസ്ഥാന സർക്കാരിനും എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ അടുത്തത്തിൽ നിന്നുള്ള സന്തോഷവും എല്ലാം രേഖപ്പെടുത്തുന്നു. താങ്ക് യു. നാടെങ്ങും അത്തമയമാണ്. ഓണത്തിനെ വരവേൽക്കാനായി അത്തത്തിൻ്റെ തുടങ്ങി. മന്ത്രി P. രാജേഷ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. കൊടി ഉയർത്തിയിട്ടുണ്ട്. അത്തത്തിൻ്റെ ആഘോഷം നാടെങ്ങും വിളിച്ചറിയിക്കാനായുള്ള പരിപാടിയാണ്. അത്തമയമാണ് തൃപ്പൂണിത്തുറയിൽ നടക്കുന്നത്. 2025 അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചു. ഈ നാടെങ്ങും ഓണ ആഘോഷം ഓണമയമാണ്. വേദിയിൽ വിശിഷ്ടാതിഥികളായി MLA-മാരും MP-മാരും അതോടൊപ്പം തന്നെ നടന്മാരും എത്തിയിട്ടുണ്ട്. കുട്ടികളെല്ലാം ആവേശത്തിലാണ്. ഇനി കേരളത്തിൻ്റെ പൊൻപുലരിയാണ്, ഓണപ്പുലരിയാണ്. നാടും നഗരവും ഓണത്തിൽ ഇനി ആഘോഷിക്കുന്ന ദിനങ്ങളാണ്. അങ്ങനെ അത്തച്ചമയ ആഘോഷത്തിന് തുടക്കം കുറിച്ച് ഓണത്തെ വരവേൽക്കുകയാണ് കേരളമെങ്ങും.
വിശിഷ്ട അതിഥികൾക്ക് കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. സമ്മേളന നടപടികൾ ഇനി വൈകാൻ സാധ്യമല്ല. ഓണത്തിൻ്റെ നാളുകളാണ്. പൂക്കളും അതോടൊപ്പം തന്നെ പുത്തൻ ഓണക്കോടികളും സദ്യയുമായുള്ള നാളുകൾക്ക് തുടക്കം കുറിച്ചു. തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയത്തിന് അങ്ങനെ തിരിതെളിഞ്ഞിരിക്കുകയാണ്, കൊടിയേറിയിരിക്കുകയാണ്. ഇനി കേരളത്തിൽ പൊൻപുലരിയാണ്. ചിങ്ങമാസം തുടങ്ങി കേരളത്തിലെ ഇനി ഓണത്തിൻ്റെ ദിനങ്ങളാണ്. ഇനി കേരളക്കരയിലൊട്ടാകെ നല്ല വേഷവിധാനങ്ങളും കേരളത്തിൻ്റെ തനതായ വേഷവിധാനങ്ങളും ഓണസദ്യയും പൂക്കളമിട്ട് ആഘോഷിക്കുകയാണ്. അത്തം 10 തിരുവോണമാണ്. മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. വിദേശത്ത് നിന്നുപോലും ഓണം എന്നൊരു ആഘോഷത്തിന് നമ്മളെല്ലാവരും ഒത്തുചേരുന്നതാണ്. മലയാളികളുടെ ഓണം അങ്ങനെ തുടക്കം കുറിച്ചിരിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന അത്തച്ചമയത്തിൽ ഇന്ന് കൊടിയേറി വൈകിട്ട് 3 മണി വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. ഓണപ്പൊൻവിളിയുമായി അങ്ങനെ അത്തച്ചമയത്തിന് കൊടിയേറി ഘോഷയാത്രയുടെ ഭാഗമായി നിരവധി വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നിരവധി വേഷവിധാനങ്ങളിലാണ് എത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ തനത് കലാരൂപമായ കഥകളി, മോഹിനിയാട്ടം, അതോടൊപ്പം തന്നെ തെയ്യം കലകളെല്ലാം അത്തച്ചമയത്തിലുണ്ട്. കൃത്യമായ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് ഈ അത്തച്ചമയം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വേദിയിൽ ഇപ്പോൾ കുരവയും അതോടൊപ്പം തന്നെ നെല്ല് നിറയ്ക്കുന്നത് കാണാം. നെല്ലിടുന്ന ചടങ്ങിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. മലയാളികളുടെ അത്ത ആഘോഷമാണ്. പറ നിറയെ നെല്ല് നിറയ്ക്കുകയാണ്. സമൃദ്ധി ആഘോഷം. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസൻ, അങ്ങനെ അത്തച്ചമയ ആഘോഷത്തിന് കൊടി ഉയർത്തിയിട്ടുണ്ട്. ഇനി മലയാളികളുടെ ഓണം ആഘോഷം തുടക്കം കുറിക്കുകയാണ്. അത്തം 10 തിരുവോണം. എന്തായാലും ഓണം അങ്ങനെ കളറാകാൻ പോകുകയാണ്. ഇന്ന് കേരളം ഒട്ടാകെ അത്തമയമാണ്. അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? രേണുക, അത്ത ആഘോഷങ്ങൾക്ക് കൊടിയേറി കഴിഞ്ഞു. മന്ത്രി പി രാജു ആണ് ഇതിനെ സംബന്ധിച്ച് അത്തക്കൊടി ഉയർത്തിയത്. ഇതിനെ കൊടിയേറിയിട്ടത് തന്നെ നമുക്കറിയാം. ഈ വർഷത്തെ അത്തച്ചമയത്തിന്റെ യാത്ര എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ മന്ത്രിയും ഒപ്പം തന്നെ ജയറാമാണ് ഒപ്പം തന്നെ താരമായിട്ടുള്ള രമേശ് പിഷാരടിയും ഒപ്പം തന്നെയുണ്ട്. മന്ത്രി പി രാജീവുണ്ട്, മന്ത്രി എം പി രാജേഷുണ്ട്. അത്താഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹമാണ്. അത്തരത്തിലുള്ള ഉത്സവങ്ങളിലേക്കൊക്കെ തന്നെ എല്ലാം കടന്നിരിക്കുന്നു, സജ്ജമായിരിക്കും. അത്താഘോഷ നിറവിലാണ്, അത്ത നിറവിലാണ് തൃപ്പൂണിത്തുറ, കൊച്ചി, കേരളം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ക്രമീകരണങ്ങളുമൊക്കെ ഘോഷയാത്രയ്ക്കുള്ള ക്രമീകരണങ്ങളുമൊക്കെ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ഘോഷയാത്രയിലേക്ക് അണിനിരക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാം ഇപ്പോൾ पश्यदा युद्धं त्यजदा स्पर्धा त्यजदा युद्धं त्यजदा स्पर्धा त्यजदा त्यजदा परेश क्रममक्रमणं त्यजदा परेश क्रममक्रमणं मैत्री भजता अखिल ഫ്രണ്ടില് എല്ലാവർക്കും നമസ്കാരം. 2025 അത്താഘോഷ ചടങ്ങിനുള്ള കൊടി ഉയർന്നു കഴിഞ്ഞു. ഇന്നത്തെ അത്താഘോഷ